ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു വിട്ടോപ്പിയ. 35 വർഷങ്ങളുടെ രജപുത്ര വിഷ്വൽസ് എം രഞ്ജിത്ത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന തരുൺ മൂർത്തിയുടെ മൂന്നാം വരവിൽ മോഹൻലാൽ തുടരും. സിനിമ തുടങ്ങുമ്പോൾ ആ ടൈറ്റിലേക്ക് തന്നെ ഒരു ഇൻസ്റ്റന്റ് കണക്ട് ഉണ്ടാകുന്നുണ്ട് തുടരും എന്ന് പറയുന്ന മൂവിക്ക് എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ആ ടൈറ്റിൽസിൽ കാണിക്കുന്നത് മോഹൻലാലിൻ്റെ പഴയകാല കുറേ ഫോട്ടോസ്, ചിത്രങ്ങൾ, അതൊക്കെയാണ്. മോഹൻലാലിൻ്റെ അല്ല, ഈ കഥയിലെ കഥാപാത്രമായ ഷൺമുഖത്തിൻ്റെ ജീവിതത്തിലെ പഴയകാല കുറേ ചിത്രങ്ങളൊക്കെയാണ്. പക്ഷേ നമുക്കത് രണ്ട് രീതിയിലാണ്. കഥാപാത്രത്തെക്കാൾ ഉപരി മോഹൻലാൽ എന്ന് പറയുന്ന നടൻ്റെയും അല്ലെങ്കിൽ ശോഭന മോഹൻലാൽ കൂട്ടുകെട്ടിൻ്റെയും ഒക്കെ ഒരു നൊസ്റ്റാൾജിയ നമ്മളിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുന്ന രീതിയിലുള്ള ഒരു ടൈറ്റിലാണ് ഈ പടത്തിനുള്ളത്. അത് ചെന്നെത്തി നിൽക്കുന്നത്, തുടരും എന്ന് എഴുതി കാണിക്കുമ്പോൾ ചെന്നെത്തി നിൽക്കുന്നത് വളരെ സിംബോളിക്കായിട്ട് ഒരു കുടുംബം, അച്ഛൻ, അമ്മ, 2 മക്കൾ എന്നുള്ള ഒരു കുടുംബത്തിലേക്കാണ് ചെന്ന് നിന്ന് അത് തുടരും എന്ന് എഴുതി കാണിക്കുന്നത്. അതിനിടയിൽ മോഹൻലാലിന്റെ ഷൺമുഖം എന്ന കഥാപാത്രത്തിന്റെ ഒരു ഇൻട്രോ നടക്കുന്നുണ്ട്. അത് ഞാൻ ഇതിന്റെ ട്രെയിലർ റിയാക്ഷൻ ചെയ്തപ്പോൾ അതിനകത്തിൽ പറയുന്നുണ്ടായിരുന്നു. അതായത് ഇതേപോലെ വളരെ സിമ്പിളായിട്ട് മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ടുള്ള വളരെ സാധാരണക്കാരനായിട്ടുള്ള ഒരു മോഹൻലാൽ കഥാപാത്രം, അത് കാണാനായിട്ട് ഒരുപാട് പേര് കൊതിച്ചിരുന്നിട്ടുണ്ട്. ആ ഒരു കാത്തിരിപ്പിന്റെ അവസാനമാണ് തുടരും. വളരെ സിമ്പിളായിട്ട് പ്രത്യേകിച്ച് ഗിമിക്കുകളോ പ്രത്യേകിച്ച് ഓവർ BGM അങ്ങനത്തെ പരിപാടികളൊന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ട് ഷൺമുഖം എന്ന് പറയുന്ന റാന്നിക്കാരൻ ടാക്സി ഡ്രൈവറെ നമ്മളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ്. ട്രെയിലർ കണ്ടവർക്കൊക്കെ തന്നെ തോന്നിക്കാണും. അതിനകത്തിൽ കാർ, ആ ഒരു അംബാസഡർ കാർ, അതിലെ ഒരു മറ്റൊരു ക്യാരക്ടർ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്തത്. അത് തന്നെയാണ് ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. സത്യത്തിൽ ഈ സിനിമയുടെ കഥ മുഴുവൻ സഞ്ചരിക്കുന്നത് ആ കാറിലാണ്. അതിനുശേഷം ആ വീട്ടിലേക്ക് എത്തുമ്പോൾ പാട്ടുണ്ട്. ആ ഒരു സോങ് എന്ന് പറയുന്നത്, ആ സോങ് തുടങ്ങുന്നത് പോലെ തന്നെ എന്തൊരു ചേലാണ് എന്ന് പറയുന്ന രീതി തന്നെയാണ് അത് കണ്ടിരിക്കുന്നത്. കാരണം അതിലെ ലാലേട്ടൻ എന്ന് പറയുന്നത് പഞ്ചാരക്കുട്ടൻ. കാരണം നമ്മൾ കണ്ട് ശീലിച്ച, അല്ലെങ്കിൽ നമ്മളൊക്കെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കുറേ മോഹൻലാൽ ഭാവങ്ങളുണ്ട്. ചില കുസൃതി ചിരികൾ, ചില കള്ളച്ചിരികൾ, അല്ലെങ്കിൽ പുള്ളിയുടെ ചില ചാട്ടം, ഓട്ടം, അതൊക്കെ വളരെ നൈസായിട്ട് ഒന്നും ഓവറാക്കാതെ അവിടങ്ങളിൽ ഇങ്ങനെ പുട്ടിന് പീര പോലെ ഇട്ട് തരുന്ന ഒരു രീതിയിൽ, പ്രത്യേകിച്ച് ആ പാട്ട് സീക്വൻസിലാണ്. പിന്നീട് ഈ സിനിമ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫാമിലി എസ്റ്റാബ്ലിഷ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് കഥയിലേക്ക് സംഭവം കടക്കുന്നത് സത്യത്തിൽ ഒരു നാട്ടിൽ നിന്ന് കാട് കയറുന്ന പോലെയാണ്. കാട് കയറുമ്പോൾ എന്ന് പറയുമ്പോൾ കാടിനൊപ്പം ഇരുട്ടാണ്. ഇരുട്ട്, അതിൻ്റെ ഒരു നിഗൂഢത, അതിൻ്റെ ഒരു സസ്പെൻസ് അല്ലെങ്കിൽ ഭയം, അപകടം, ഇതെല്ലാം ഇങ്ങനെ ഒരു മീറ്റർ അപ്പുറത്തേക്ക് കയറി ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടെമ്പോ ഇങ്ങനെ കൊട്ടി കയറി മേളിൽ എത്തി നിൽക്കുന്നിടത്ത് നമ്മൾ വല്ലാതെ ഒരു ഷോക്കിൽ, അല്ലെങ്കിൽ ഒരു ഭയങ്കരമായി നമ്മളെ മുൾമുനയിൽ എത്തിക്കുന്ന രീതിയിലൊക്കെ ഉള്ള ഒരു ആഖ്യാനത്തിലേക്ക് സിനിമ പോകുന്നുണ്ട്. ആ ഒരു മിസ്റ്ററി എലമെന്റ് കൃത്യമായി വർക്കൗട്ട് ആവുന്നുണ്ട് സിനിമയ്ക്ക്. എടുത്തു പറയേണ്ടത് ഇതിന്റെ സംവിധാന മികവ് തന്നെയാണ്. തരുൺ മൂർത്തി എന്ന് പറയുന്ന സംവിധായകൻ ഏത് ലെവൽ ഫിലിം മേക്കർ ആണെന്നുള്ളത് പുള്ളിയുടെ 2 സിനിമകൾ കൊണ്ട് തന്നെ നമുക്ക് അറിയാവുന്നതാണ്. തരുൺ മൂർത്തി ഒരുപക്ഷെ വ്യത്യസ്തമായി ചിന്തിക്കുന്ന, അല്ലെങ്കിൽ വളരെ ക്ലീഷയായിട്ടുള്ള കാര്യങ്ങളെ ആ രീതിയിൽ സമീപിക്കാത്ത ഒരാളാണ് എന്നാണ് തോന്നുന്നത്. കാരണം ചെറിയ 1-2 കാര്യങ്ങളുണ്ട്. അതായത് ഒരു റാൻഡമായിട്ടുള്ള ഏതെങ്കിലും ഒരു ഫാമിലിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വാഹനമോ ഒക്കെ ഉപയോഗിക്കാവുന്ന ഒരിടത്ത് അദ്ദേഹം ഒരു KCB ഒരു ജീപ്പ് ഉപയോഗിക്കുന്നുണ്ട്. അവിടുത്തെ ജീവനക്കാരെ അതിനകത്തിൽ കാണിക്കുന്നുണ്ട്. അതൊരു ബുദ്ധിപരമായിട്ടുള്ള ഒരു തീരുമാനം പോലെ തോന്നി. കാരണം അതിന് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ വലുതാണ്. അതേപോലെ തന്നെ സാധാരണ നമ്മൾ ഈ മദ്രാസ് അല്ലെങ്കിൽ ചെന്നൈ എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ പെട്ടെന്ന് ഒരു ലൊക്കേഷൻ സ്വിച്ച് കാണിക്കുകയാണെങ്കിൽ നേരെ പോയി മദ്രാസിൻ്റെ ആ ഒരു ഏത് സ്ഥലത്തിനാണെങ്കിലും അതിൻ്റെ ഒരു ലാൻഡ്മാർക്ക് ഉണ്ട്. മദ്രാസിൻ്റെ നേരെ പോയി നമ്മളുടെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ, ചെന്നൈ റെയിൽവേ സ്റ്റേഷൻ കാണിക്കുന്നതാണ് പതിവ്. പക്ഷെ വളരെ വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നുന്നു മദ്രാസിലെ ആ ബീച്ചിലെ ഈ പറയുന്ന ഫിഷർമെൻ സെറ്റിൽമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. ആ ഒരു സെറ്റിൽമെൻറ്റ്സിൽ വലിയ ഈ വോൾ മ്യൂറൽ പെയിൻറ്റിങ്സ് പോലത്തെ ഒരു കെട്ടിടങ്ങൾ കാണാം. അതിൽ നിന്നാണ് സത്യത്തിൽ ഈ ചെന്നൈയിലേക്ക് ഒരു സ്വിച്ചൊക്കെ കാണിക്കുന്നത്. ഒരു പുതുമയായിട്ടും കുറച്ച് റിഫ്രഷിംഗ് ആയിട്ടും ആ കാഴ്ചകൾ തോന്നി. ചെന്നൈ എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ എനിക്ക് തോന്നുന്നു പലപ്പോഴും ബാക്ക്ഗ്രൗണ്ടിൽ ഓടുന്നത്, അല്ലെങ്കിൽ ഷൺമുഖത്തിൻ്റെ കാറിൽ പലപ്പോഴും ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത് നമ്മൾ ഇളയരാജ പാട്ടുകളാണ്. വളരെ ആ ഒരു ചെന്നൈ ഫീല് തരാനും, അല്ലെങ്കിൽ ഷൺമുഖന് ആ പാട്ടുകളോടുള്ള ഒരു പ്രേമമൊക്കെ കാണിക്കുന്നത്. അതിനകത്ത് സിമ്പിളായിട്ട് ഷൺമുഖം പറയുന്ന ഒരു ഡയലോഗുണ്ട്, നമുക്ക് ജീവിക്കാൻ ഒരു അല്ലെങ്കിൽ ജീവിതത്തിനോടൊരു ഇഷ്ടമൊക്കെ തോന്നാനായിട്ട് ഈ ഇളയരാജ പാട്ടുകളൊക്കെ സഹായിക്കും എന്ന രീതിയിൽ ഒരു ഡയലോഗുണ്ട്. എത്രയോ പേര് പറഞ്ഞിരിക്കുന്നു, ഒരു ഹെവി ഡേ ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ഒരു ഇളയരാജ പാട്ട് കേട്ട് ഉറങ്ങുന്നതായിരുന്നു അവരുടെയൊക്കെ ഏറ്റവും വലിയ ആശ്വാസമെന്ന് ഇതിനു മുന്നും ആരെയൊക്കെ പറഞ്ഞ പോലെ തോന്നുന്നു.
നേരത്തെ പറഞ്ഞ ഈ ഫസ്റ്റ് ഹാഫിൻ്റെ ആ ഒരു ഫാമിലി എസ്റ്റാബ്ലിഷ്മെൻറ്റ്, പിന്നെ ഈ കഥ കയറുന്നത്, അതിനൊക്കെ തൊട്ട് മുമ്പേ കുറേ കോമഡി കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അത് കുറേയൊക്കെ ഇപ്പോഴത്തെ ഒരു ന്യൂ ജെൻസി പോപ്പ് കൾച്ചറിൻ്റെ ചില അല്ലെങ്കിൽ വൊക്കാബുലറി ഒക്കെ വെച്ചിട്ടുള്ള ചില കോമഡിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നു. പിന്നെ കുറേ സെൽഫ് ട്രോൾ, ലാലേട്ടൻ സിനിമകളിൽ കൂടി ഉണ്ടായിട്ടുള്ള കുറേ ട്രോളുകളുണ്ടല്ലോ, അത് കുറേ ലാലേട്ടൻ സെൽഫ് ട്രോളുകളായിട്ടുള്ള കോമഡിയൊക്കെയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സിനിമയുടെ ഒരു സ്വഭാവം വെച്ചിട്ട് കുറച്ചുകൂടെ അതിൻ്റേതായിട്ടുള്ള ഒരു രീതിയിലുള്ള തമാശകൾ ഉപയോഗിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നി. എന്നാലും എല്ലാം വർക്കൗട്ടാണ്, എല്ലാത്തിനും നമ്മൾ ചിരിക്കുകയും ചെയ്യും. സംവിധായകൻ പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധ കൊടുക്കുന്ന ചില കാര്യങ്ങളുണ്ട്, ചില ഫ്രെയിംസ് അല്ലെങ്കിൽ ചില കാഴ്ചകൾ. പലപ്പോഴും ഇതിനകത്ത് ചില എഴുന്നള്ളത്ത് അല്ലെങ്കിൽ ഘോഷയാത്ര, ഉത്സവം സീനുകളൊക്കെ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 2-3 ഇടത്ത് അത് വരുന്നുണ്ട്. ഇതൊക്കെ വരുമ്പോൾ തന്നെ സിനിമയുടെ ആ ഒരു പർട്ടിക്കുലർ സന്ദർഭത്തെ അല്ലെങ്കിൽ വരാൻ പോകുന്ന കാഴ്ചകളിലേക്ക് ഉള്ള ഒരു സിംബോളിക്കായിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷൻ പോലെ ഈ ചില എഴുന്നള്ളത്തുകൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതേപോലെയുള്ള കാഴ്ചകൾ പ്രത്യേകിച്ച് വളരെ ബുദ്ധിപരമായിട്ട് ചില മെസ്സേജുകൾ കൺവേ ചെയ്യുന്ന ചില എഴുത്തുകൾ പോലെ ഉണ്ട്. അധികാരത്തിൽ ഇരിക്കുന്നവരുടെ ഒരു തലയ്ക്ക് പിടിക്കുന്ന രീതിയിലുള്ള ഒരു ഈഗോയിലേക്കും പിന്നീട് അതവർ ദുർവിനിയോഗം ചെയ്യുന്ന രീതിയിലേക്കുമുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെയൊക്കെ ഈ പറയുന്ന കഥയിലെ നായകനും ഈ പറയുന്ന വില്ലനും ഒക്കെ ഉള്ള ഒരു ഏരിയയിലേക്കൊക്കെ വരുമ്പോൾ വളരെ സിംബോളിക്കായിട്ട് ചില ഭിത്തിയിൽ എഴുതി വെച്ചിരിക്കുന്ന ഡയലോഗുകളിൽ കൂടെ പോലും നീതിയെയും നിയമത്തെയും അതിൻ്റെ 2 നിർവചനങ്ങളുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു ഡിഫറൻസ് പോലെ നിർവചനങ്ങളൊക്കെ ഭയങ്കരമായിട്ട് നമ്മളിലേക്ക് ഒരു മെസ്സേജ് തരുന്ന രീതിയിലൊക്കെ ചില കാഴ്ചകൾ മാത്രമായിട്ട് ഡയലോഗുകൾ ഇല്ലാതെ സംവിധാനം കാണിക്കുന്നുണ്ട്. പിന്നെ ഡയലോഗിലേക്ക് വരുമ്പോൾ ചില ഡയലോഗുകളൊക്കെ സിനിമയിൽ ഇനി മുന്നോട്ട് സംഭവിക്കാൻ പോകുന്നതിൻ്റെ സൂചനകളാണ് എന്ന് സിനിമ പുരോഗമിക്കുന്നവർ നമ്മൾ മനസ്സിലാക്കിയെടുക്കും. അതായത് സിനിമയിൽ എനിക്ക് തോന്നുന്നു ശശാങ്കൻ മയ്യനാണോ മറ്റോ ആണെന്ന് തോന്നുന്നു, സിനിമയിൽ ഒരു ഓട്ടോക്കാരൻ്റെ റോളാണ് പുള്ളിക്ക്. അതിൽ ആ ഓട്ടോയിൽ കയറി ഷൺമുഖം പോകുമ്പോൾ ഈ ഓട്ടോക്കാരൻ പറയുന്ന കുറേ ഡയലോഗുകളുണ്ട്. ആ ഡയലോഗുകൾ സത്യത്തിൽ സിനിമയിൽ ഇനി മുന്നോട്ട് വരാൻ പോകുന്ന സാഹചര്യങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് പറയുന്ന പോലെയാണെന്ന് പിന്നീട് നമുക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ മോഹൻലാലിൻ്റെ കഥാപാത്രത്തിൻ്റെ ഇൻട്രോ സീനിൽ മോഹൻലാൽ പറയുന്ന ഒരു ഡയലോഗുകളുണ്ട്, കാട്ടാനകളുടെ കൂട്ടത്തെയും ഒറ്റയാനയും പറ്റിയിട്ട് പറയുന്ന ഡയലോഗുകളുണ്ട്. ഇതെല്ലാം സിനിമയുടെ കഥ പറച്ചിൽ അല്ലെങ്കിൽ കഥാപാത്രങ്ങൾ പോകുന്നതിനെല്ലാം ഒരു മുൻപേ പറയുന്ന രീതിയിലുള്ള സൂചന നൽകുന്ന രീതിയിലുള്ള ഡയലോഗുകൾ പോലെയാണ് കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയത്. കാസ്റ്റ് ശോഭന മോഹൻലാൽ എന്നൊരു കോമ്പിനേഷൻ വരുമ്പോൾ നമുക്ക് എപ്പോഴും പവിത്രം, തേന്മാവിൻ കൊമ്പത്ത്, പക്ഷേ അതേപോലെയുള്ള ഒരുപാട് സിനിമകൾ നമ്മളുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരും. അപ്പോൾ അവർ ഓൾറെഡി ഒരു കപ്പിളാണ് നമ്മളുടെ മനസ്സിൽ. അപ്പോൾ അവരുടെ ആ ഒരു ബോണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ഒരുപാട് സമയമൊന്നും സംവിധായകന് സത്യത്തിൽ എടുക്കേണ്ടി വരുന്നില്ല. അതേപോലെ തന്നെ ശോഭനയ്ക്ക് വളരെ മിനിമലായിട്ട് പെർഫോം ചെയ്യാനൊക്കെ ഉള്ളൂ, പക്ഷേ വളരെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു സീക്വൻസൊക്കെ ക്ലൈമാക്സിലേക്കൊക്കെ അടുക്കുമ്പോഴത്തേക്ക് വരുന്നുണ്ട്. അത് ഒരു പക്ഷേ അവർ ചെയ്തത് കൊണ്ടായിരിക്കാം അതിനത്ര ഇമ്പാക്റ്റ് വരുന്നത് എന്ന് തോന്നി. ഇനി ഒരു പക്ഷേ സിനിമ കാണുന്നവരെല്ലാവരും എടുത്ത് പറയാൻ പോകുന്ന ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞത് ഇതിൻ്റെ വില്ലനാണ് പ്രകാശ് വർമ്മ. ഓൾറെഡി പുള്ളിയെ പറ്റിയിട്ട് പലർക്കും ഇപ്പോൾ അറിയാമായിരിക്കും. പ്രകാശ് വർമ്മ പുള്ളിയുടെ ഡെബ്യൂ മൂവിയാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അന്തം വിട്ടു. ആ രീതിയിൽ എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത് ഒരുമാതിരി ഷമ്മി തിലകൻ പ്ലസ് രഞ്ജി പണിക്കറിൻ്റെ ഒരു XXL വെർഷൻ പോലെയാണ് എനിക്ക് പുള്ളിയുടെ ഈ പെർഫോമൻസ് തോന്നിയത്. കാരണം ഇങ്ങനെ പുള്ളി ഭയങ്കര കൂളായിട്ടൊക്കെ വന്ന് വളരെ കണ്ണിങ്ങായിട്ട് ഒരു കണ്ണിച്ചോരയില്ലാത്ത മനുഷ്യൻ്റെ കൂട്ടുള്ള ഒരു വില്ലനായിട്ട് മോഹൻലാൽ എന്ന് പറയുന്ന സാക്ഷാൽ ആ ഒരു നടൻ്റെ മുന്നിൽ നിന്ന് പെർഫോം ചെയ്യണം വളരെ കൂളായിട്ട്. അവിടെയാണ് ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. പുള്ളി തകർത്തു. അതിനകത്തിൽ വേറെ ഒരു സംശയവുമില്ല. ഒരു പോയിന്റിൽ നമ്മൾ തോന്നിപ്പോകും ഇത് പുള്ളിയുടെ സിനിമയാണോ എന്ന്. അപ്പോൾ ആ ഒരു തോന്നലിനെ പോലും റെപ്ലിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ റെസൊണേറ്റ് ചെയ്യുന്ന രീതിയിൽ ചില ഡയലോഗുകളും സിനിമയിൽ വരുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും മികച്ച വില്ലൻ കഥാപാത്രമായിട്ട് പുള്ളിയുടെ കഥാപാത്രം തന്നെ നമുക്ക് പറയേണ്ടി വരും. പിന്നീട് ഇതിനകത്ത് കുറേ സൈഡ് റോളുകളുണ്ട്. അതൊക്കെ ചെയ്തവരെല്ലാം വളരെ മനോഹരമാക്കി. എസ്പെഷ്യലി മണിയമ്പിള്ള രാജു അവരുടെ പാർട്ട്, ഈ ഷൺമുഖനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ആൾക്കാരുടെ പാർട്ട്, എസ്പെഷ്യലി ഭാരതി രാജ വരുന്നത് ആ ഒരു ക്യാരക്ടർ. ഇപ്പോൾ ഒരു മാസ്റ്റർ, ഈ പറയുന്ന ആളുടെ മാസ്റ്റർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മാസ്റ്ററായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ അവർ രണ്ടും കൂടെ ഫ്രെയിമിൽ കൂടി ഇങ്ങനെ നടന്നു 2 ലെജൻസ് നടന്നു പോകുമ്പോൾ പറഞ്ഞ കുറച്ച് കൊച്ചു വർത്തമാനങ്ങൾ ക്യാമറ വെച്ചിട്ട് ചുമ്മാ ഒപ്പിയെടുത്ത പോലെയാണ് ഫീൽ ചെയ്തത്. അതൊക്കെ വളരെ രസകരമായിട്ടുള്ള മൊമെൻറ്റ്സ് ആയിട്ടാണ് തോന്നിയത്. പിന്നെ ലാലേട്ടൻ എന്താ പറയുക, അതായത് ഈ ഫാൻസ് എന്ന് പറയുമ്പോൾ മോഹൻലാലിൻ്റെ ഫാൻസിന് ഇപ്പോൾ ഈ അടുത്തായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു 2 വകഭേദങ്ങളുണ്ടല്ലോ. അതായത് അന്തം ഫാൻസും പിന്നെ സ്ലീപ്പർ സെൽസും. നമ്മളിൽ പലരും ഒരു പക്ഷേ ഈ പറയുന്ന
90s കിഡ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ ഉള്ളവരായിരിക്കും കൂടുതൽ ഈ സ്ലീപ്പർ സെൽസ് എന്നൊക്കെ പറയുന്നത്. ഫാൻസിനൊപ്പം ഈ സ്ലീപ്പർ സെൽസിനും ധൈര്യമായിട്ട് തിയേറ്ററിൽ പോയി കണ്ടിട്ട് പഴയ കാലത്ത് നമ്മൾ എൻജോയ് ചെയ്ത ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു മോഹൻലാൽ, അദ്ദേഹത്തിൻ്റെ കുറേ ഭാവങ്ങൾ, കണ്ണും മെയ്യും എല്ലാം ഒരേപോലെ വഴങ്ങി ആ ഒരു എന്താ പറയുന്നത് മെയ് വഴക്കത്തിൻ്റെ കണ്ണിൻ്റെ മായാജാലങ്ങൾ കാണിക്കുന്ന ഒരു അഭിനയ മുഹൂർത്തങ്ങളൊക്കെ എന്ന് പറയുന്നത് അതിൻ്റെയൊക്കെ ഒരു ഗ്ലിംസ്. ഒരു പക്ഷേ ഒരുപാട് പേര് പറയുന്നത് അത് തന്നെ ആയിരിക്കും. ഇത്രയും മനസ്സ് നിറഞ്ഞ് കണ്ട ഒരു മോഹൻലാൽ ചിത്രം ഈ അടുത്ത കാലത്തൊന്നുമില്ല. അതിൻ്റെ ഒരു കാത്തിരിപ്പിൻ്റെ അവസാനമാണ് തുടരും. സാധാരണക്കാരനായ മലയാളി ആ കഥാപാത്രങ്ങളെ റെപ്രസെന്റ് ചെയ്തിട്ടായിരിക്കും ഒരുപക്ഷെ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ ഒരു സമൂഹത്തിൽ ഇത്രയും വലിയ ഒരു പ്രതിഷ്ഠയായി പറയുന്നത്. ആ പഴയ മോഹൻലാൽ ഭാവങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ നെഞ്ചിലേറ്റ് നടക്കുന്ന, നിങ്ങൾക്ക് നൊസ്റ്റാൾജിയായിട്ട് കൊണ്ടു നടക്കുന്ന പല മോഹൻലാൽ ഭാവങ്ങളെല്ലാം അഭിനയ മുഹൂർത്തങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒരു തുടർച്ചയാണ് തുടരും. അതായത് അതെങ്ങും പോയിട്ടില്ല. നല്ല സംവിധായകരുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ, നല്ല കഥ പറയുന്നവരുടെ, നല്ല കഥ എഴുതുന്നവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ മനുഷ്യൻ ഇനിയും നമ്മളെ വിസ്മയിപ്പിക്കും എന്നുള്ളതിൻ്റെ എഴുതി ഒപ്പിട്ട് തരുന്ന സിനിമ പോലെയാണ് തുടരും. എനിക്ക് ഇതിനകത്തിൽ പുള്ളിയുടെ ഏറ്റവും ഇതായിട്ട് തോന്നുന്നത്, പുള്ളി 10-25 വയസ്സും കണ്ടായി. ആ വയസ്സിലാണ് പുള്ളി ഇത്രയും ബിൽട്ടായിട്ടുള്ള ഒരു ഫിസിക്ക് പുള്ളിക്ക് വന്നത് എന്നുള്ളതാണ് എന്നെ ഏറ്റവും വലിയൊരു അത്ഭുതപ്പെടുത്തിയത്. ആ പുള്ളിയുടെ ആ ഒരു കഥാപാത്രത്തിൻ്റെ ഒരു ഹിസ്റ്ററി, അത് അയാൾ അങ്ങനെ തന്നെയാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ശരീരം പോലുമാണ് അത്. എനിക്ക് തോന്നുന്നത് തൂവാനത്തുമ്പികളിലൊക്കെ അത് ആ കഥാപാത്രത്തെ തടിയൻ എന്ന് പോലും വിളിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ വരുമ്പോൾ ഉടമ്പ് മുഴുവൻ നിറയെ മസിൽ എന്ന് ശോഭന ഏതോ ഒരു സീനിൽ പറയുന്നുണ്ട്. ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് തുടരും എന്ന് എഴുതി കാണിക്കുമ്പോൾ അതിന് തൊട്ട് മുമ്പ് ഈ സിനിമ തീരുന്നിടത്ത് മോഹൻലാൽ എന്ന് എഴുതിയതിന് ശേഷമാണ് തുടരും എന്ന് എഴുതി കാണിച്ചുകൊണ്ട് ഇതിൻ്റെ എൻ ക്രെഡിറ്റ്സ് കയറി വരുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തരുൺ മൂർത്തി എന്ന് പറയുന്ന സംവിധായകനോട് ഒരു ബഹുമാനം തോന്നി. കാരണം തൻ്റെ ക്രാഫ്റ്റ് അയാൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിന് മുകളിൽ അയാൾക്കുള്ള ഒരു ഭയങ്കരമായ ഒരു വിശ്വാസം, അതിനുപരി ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. മോഹൻലാൽ തുടരും എന്ന് എഴുതി കാണിക്കണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് ഗട്ട്സ് ഒന്നും പോരാ. സത്യത്തിൽ താങ്ക് യു തരുൺ മൂർത്തി. ഇതുപോലെയുള്ള ഒരു സിനിമയിലേക്ക് മോഹൻലാലിനെ കൊണ്ടുവരാൻ സാധിച്ചതും, ഇതേപോലെ ഒരു ഗംഭീര പെർഫോമൻസ് പുള്ളിയിൽ നിന്ന് കൊണ്ടുവരാൻ സാധിച്ചതും, ഗംഭീരമായ രീതിയിലുള്ള ഒരു സ്റ്റോറി ടെല്ലിങ് നടത്തിയതിലും. പിന്നെ ഇത്രയും ഞാൻ പോസിറ്റീവ്സ് ആണ് പറഞ്ഞത്, ഇതിനകത്ത് നെഗറ്റീവ്സ് ഒന്നും ഇല്ലെന്ന് അല്ല എൻ്റെ അർത്ഥം. പിന്നെ എല്ലാ സിനിമകളിലും പോലെ തന്നെ അല്ലറ ചില്ലറ നെഗറ്റീവ്സ് ഇതിനകത്തുണ്ട്. അതിനകത്തിൽ ഏറ്റവും വലിയ ഒരു നെഗറ്റീവ് അല്ല, ഞാൻ പൊതുവെ ഒരു ഭയങ്കരമായ വലിയ ഡ്യൂറേഷനുള്ള സിനിമകളുടെ ഫാനല്ല. പക്ഷേ ഇതിന് 2 മണിക്കൂർ 46 മിനിറ്റുകളുണ്ട്. എങ്കിൽ പോലും ഈ സിനിമ നമ്മളെ ഒരിടത്തും അങ്ങനെ അധികമായിട്ട് ബോറടിപ്പിക്കുന്നൊന്നുമില്ല. സിനിമ തുടക്കം മുതൽ അവസാനം വരെ എൻഗേജിംഗ് ആയിട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഡ്യൂറേഷൻ ഒരു പ്രശ്നമല്ല. എങ്കിലും ഇത് ഇത്രയും ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കുക. 2 മണിക്കൂർ 46 മിനിറ്റുകൾ ഈ സിനിമയുടെ ഡ്യൂറേഷനാണ്. പിന്നീടെന്ന് പറയുന്നത് ഇത് ഒരു ലാലേട്ടൻ ഏതോ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ ഇതൊരു ദൃശ്യം മോഡൽ പടമാണ് എന്ന് പറഞ്ഞതിനെ പൂർണ്ണമായും തള്ളിക്കളയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കഥയാണ് ഇതിൻ്റെ. പക്ഷേ അത്തരത്തിലുള്ള ഒരു ഒന്നുമല്ല. പക്ഷേ ഇതിനകത്ത് ഷൺമുഖൻ എന്ന് പറയുന്നത് ജോർജ് കുട്ടിയിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ഒരിക്കലും നമുക്ക് ജോർജ് കുട്ടി എന്ന് പറയുന്ന ഒരാളെ തോന്നത്തുമില്ല. ഷൺമുഖൻ ആക്ഷൻ്റെ ആളാണ്. അതുകൊണ്ട് തന്നെ സിനിമ കുറച്ച് മാസ് എലമെന്റ്സ് അവിടെ ഇടങ്ങളിലെല്ലാം തരുൺ മൂർത്തി കൊണ്ടുവരുന്നുണ്ട്. ചില ലൂപ്പ് ഹോളുകളൊക്കെ അതുകൊണ്ട് തന്നെ പലയിടത്തുമുണ്ട്. അതുകൊണ്ട് പഴുതടച്ചിട്ടുള്ള ഒരു സ്ക്രിപ്റ്റിംഗ് ആണ് അല്ലെങ്കിൽ കഥയാണെന്നും പറയാൻ പറ്റത്തില്ല. ഇതൊക്കെ വളരെ ചെറിയ നെഗറ്റീവ്സ് ആണ്. ഇതൊന്നും ഒരു നെഗറ്റീവ്സ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സിനിമ തീരുമ്പോൾ നമുക്ക് മനസ്സ് നിറഞ്ഞ് ഈ പറയുന്ന പോലെ തന്നെ നെഞ്ചും വിരിച്ച് തിയേറ്ററിൽ നിന്ന് ഇറങ്ങാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ സിനിമ വിജയമാണ്. അത്തരത്തിൽ സിനിമ ഒരു വലിയ വിജയമാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണേണ്ട സിനിമയാണ്. മോഹൻലാൽ തുടരും, നമ്മളും തുടരും.